ഇപ്പോൾ വീട്ടിൽ വെച്ചാണോ കുടിക്കുക? അല്ലല്ല, ബാറിൽ വെച്ചാണ് ബിവറേജ്. മറ്റേ ഈ കല്ലമ്പലത്തൊക്കെ ഈ കുറഞ്ഞ സാധനമില്ലേ, എത്ര വട്ടം കുടി. എന്നാൽ നീ കുടിക്കാതെ വാ മക്കളെ, കുടിക്കാതെ വന്ന് വാപ്പാരടുത്ത് വല്ലതും പറ, എനിക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് നെജിലില്ലാതെ പറ്റൂല. കുടിച്ച് ഇനി ഞാൻ ഒരു വട്ടം 2 വട്ടം 3 വട്ടം ഒക്കെ കയറ്റി, ഇനിയും കുടിച്ചിട്ട് വന്നിട്ട് വീട് നല്ലൊരു വീട്. ഞാൻ പറഞ്ഞു നീ കഥ പഠിച്ച് പൊട്ടിച്ച്, അത് പഴയ കഥവല്ലേ. ആരെല്ലാം തന്ന സഹായങ്ങളാണെന്ന് അറിയാം മക്കളെ. ടൈല് പൊട്ടിച്ച്, ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് പൈസ ഒപ്പിക്കും? അവൻ്റെ വീടാ അടിച്ച് പൊട്ടിച്ചോട്ട്, അതൊന്നും കുഴപ്പമില്ല. ഇത് 3 മക്കൾ കിടക്കുന്നു. എന്തെങ്കിലും ആയിക്കൂടെ കൂടെ എന്തൊരു ഉങ്ങാടക്കി എന്തൊരു മക്കൾക്ക് വേണ്ടി ജീവിക്കും. ആലപ്പുഴയിലും ഇനി അവനെ വീട്ടിൽ കയറ്റണമെങ്കിൽ ഞാൻ മരിക്കണ്ടേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കൊല്ലാൻ മടിക്കൂലെന്ന് എന്തോ ഇപ്പോഴും ഉണ്ട്. നീ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാത്തത്? ഞാനായിട്ടേ നിൽക്കുള്ളൂ എപ്പോഴും. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വരുന്ന കമൻറ്റ് നിങ്ങളെ ധൈര്യം ഇഷ്ടമാണ്. ഞാനായിട്ടേ നിൽക്കുള്ളൂ. എനിക്കറിയാം ഈ 3 മക്കൾ അൽഹംദുലില്ലാ നോക്കാൻ. ചില സമയങ്ങളിൽ ഞാൻ സഹായം ചോദിക്കൂലേ, എന്തെങ്കിലും ജോലി ഉണ്ടോ? ഇല്ല പറഞ്ഞാൽ സഹായം ചോദിക്കില്ല. അതൊക്കെ ചിലപ്പം നിവൃത്തി ഇല്ലാതെ വരുന്ന ഘട്ടം വരുമ്പോഴാണ് നിങ്ങൾക്ക് സഹായം ചോദിക്കുന്നത്. ഈ വീടിൻ്റെ ആവശ്യത്തിന് അല്ലാതെ ഒക്കെ. ഹായ്. അവൻ ദേഷ്യത്തിന് മക്കളെ കാറിൽ കൊണ്ടിട്ട് പോകുന്ന ഇച്ചിരി നല്ലോണം നോക്കണം മക്കളെ. ഇല്ല, ഞാൻ മോളെ സ്കൂൾ മാറ്റിയല്ലോ ഞാൻ. പിന്നെ മക്കളെ 2 പേരെയും ഇതേപോലെയാണ്. അങ്ങനെയൊന്നുമില്ല. അവൻ ഇവിടുന്ന് പൊക്കോളും. ഇവൾക്ക് അവനെയും മടുത്തും. അവനെ മടുത്തെന്നല്ല, ജോലി ഒരാണിനെന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടിയുള്ളതാണ് ഒരാണ്. അല്ലാതെ വെറുതെ ഭാര്യയുടെ കൂടെ അങ്ങ് നിൽക്കുകയല്ല. അവൻ്റെ എല്ലാ കാര്യവും നോക്കാൻ വേണ്ടി ആക്സിഡൻ്റായി, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാ കാര്യങ്ങളും അവനൊരു കുറവ് ഞാൻ വരുത്താതെ നോക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ട്, പഴയ വീഡിയോസ് നോക്കുമ്പോൾ അറിയാം. അവനൊരു ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യ. കുറേ കള്ള് അങ്ങ് മേടിച്ചു കൊടുക്കണം, കുറേ എല്ലാം അങ്ങ് ചെയ്യണം. അവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഇടാനല്ല എൻ്റെ വണ്ടി എടുത്തിട്ടേക്കണം. എൻ്റെ ഇതാണ്, എൻ്റെ വണ്ടി എനിക്ക് തന്നെ വേണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഇതിലാണ് FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നെജിലാൻ്റെ വീഡിയോ നിർത്തിയതാണ്. പക്ഷേ ഞാൻ 1-2 വീഡിയോ ഇട്ട സമയത്ത് അതിൽ കുറച്ച് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തെറിയും ഇതുപോലെ എന്താ പറയുക, സമൂഹത്തിന് എന്ത് എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഈ പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകളുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. എന്തെല്ലാം തരത്തിൽ പുള്ളിക്കാരി ഇപ്പോൾ പറഞ്ഞാലേ പിന്നെ പറയണം. ഇപ്പോൾ ഈ അടുത്ത കുറേ വീഡിയോകളിൽ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഉമ്മയും വാപ്പയും ഒന്നുമില്ല, ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ്, മക്കളെ നോക്കാൻ ആരുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഉമ്മ നോക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, അതുപോലെ വാപ്പ വന്നു, ഷാൻ വന്ന സമയത്ത് വാപ്പ വന്നിരിക്കുന്നതും എല്ലാം കണ്ടു. അപ്പോൾ ഇവള് എന്താ പറയണമെന്ന് ഇവൾക്ക് പോലും ബോധമില്ല. ഇവള് തോന്നിയ വാസം പറയണം. അപ്പോൾ ഇവള് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു തരട്ടെ. അത് എന്താണ്, അതിൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തില്ല. അത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 ദിവസം മുമ്പത്തെ വീഡിയോയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ചെയ്യേണ്ട വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഒന്നും എനിക്ക് തലവേദനയായിട്ട് വീഡിയോ ചെയ്യാൻ വയ്യായിരുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കമൻറ്റ് ഞാനൊന്ന് വായിച്ചു എന്നിട്ട് അടുത്ത് ബാക്കി പറയാം. അത് ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു കമൻറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. സാംസങ് എന്ന് പറഞ്ഞിട്ടൊരു ID എന്നാണ്. അതൊരു അയാൾ ഇങ്ങനെ ആളാണോ പെണ്ണാണോ അതിനിപ്പോൾ ഇവളുടെ ഐഡിയ ആണെന്ന് എന്താണെന്ന് അറിയില്ല. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ആണ് എന്തായാലും. അപ്പോൾ ആ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ പൈസ കൊടുക്കുന്നത് പറയുന്നു, പിന്നെ ആ മക്കൾ പട്ടിണി കിടന്ന് മരിക്കുകയാണോ വേണ്ടത്? വേറെ ആരാണ് ഇപ്പോൾ ആ മക്കളെ നോക്കാനുള്ളത്? അവൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മാത്രം പറയുകയല്ലാതെ അവൾ പൈസ വിട്ടുകൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? എല്ലാ മക്കളും ഒരുപോലെയാണ്, നമ്മുടെ മക്കളെ തന്നെയാണ്, നമ്മളെ മക്കളെ പോലെ തന്നെയാണ് ആ മക്കളും എന്നാണ് പറയുന്നത്. ആ മക്കളിന് ചിലവിന് കൊടുക്കണ്ടാന്നോ, ആ മക്കളെ നോക്കണ്ടാന്നോ, ആ മക്കളെ പട്ടിണിക്കിടണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. സാംസങ് ഏത് ഐഡിയ ആണെങ്കിലും ഏതവനാണെങ്കിലും അത് 6 മാസം കൂടുമ്പോൾ കല്യാണം കഴിക്കുക പ്രസവിക്കുക. അപ്പോൾ എന്നിട്ട് അതിന് പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കേണ്ട കാര്യം എന്താണെന്ന് ഞാനും ചോദിച്ചുള്ളൂ. അല്ലാതെ ആ മക്കൾക്ക് പൈസ കൊടുക്കണ്ടെന്നോ ആ മക്കളെ നോക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്താണ്, മക്കളെ നോക്കണം, മക്കളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നോക്കേണ്ട കടമ സ്വന്തം മാതാപിതാക്കൾക്കാണ്. അല്ലാതെ എന്താണ് ഈ ലൈവിൽ വരുന്ന ആളുകൾക്കല്ല. ലൈവിൽ വന്നിട്ട് ആളുകളോട് എന്തിനാണ് ഇറക്കാൻ നിൽക്കുന്നത്? സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ കൊടുക്കുന്ന കുറേ എണ്ണങ്ങളും അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവളുടെ ഫസ്റ്റ് തൊട്ടിട്ടുള്ള വീഡിയോകൾ എടുത്തു നോക്കിയാൽ ഇവള് തന്നെ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട്, എനിക്ക് കുറേ സ്വർണ്ണങ്ങളുണ്ട്. അപ്പോൾ ലക്ഷങ്ങളും സ്വർണ്ണങ്ങളും ഉള്ള ആൾക്ക് വീണ്ടും എന്തിനാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ആ മക്കൾക്ക് ഒന്നും കൊടുക്കണ്ടെന്നോ ഒന്നും ചെയ്ത് കൊടുക്കണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ ബാങ്കിൽ ലക്ഷങ്ങളുണ്ടായിരുന്നു, എനിക്ക് പിന്നെ ലക്ഷങ്ങളില്ലാതെ അവൾ കാർ എടുക്കുമോ, സ്കൂട്ടർ എടുക്കുമോ, അതുപോലെ
പലതും അവൾ വാങ്ങി നിറച്ചിട്ടുണ്ട്. പൈസ ഇല്ലാതെ അവളത് ചെയ്യുമോ? അപ്പം നിങ്ങളിനി ആരും കൊടുക്കരുത്, അവൾക്ക് പൈസൻ്റെ ആവശ്യമില്ല, അർഹതപ്പെട്ടവർക്ക് പൈസ കൊടുക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ സാംസങ് നീ പറയുന്നത് പോലെ എനിക്ക് ആ മക്കൾക്ക് പൈസ കൊടുക്കണേ എനിക്കെന്തിനാ ടെൻഷൻ? എൻ്റെ ആരെങ്കിലും ആണോ അവൾ? എനിക്ക് കൊടുക്കണേന് എന്ന് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ്. ഹസീന എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ വന്ന് കമൻറ്റ് ഇടാറുണ്ട്. ഇവൾ ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല. അവളുടെ വലിയ കൂട്ടാണെന്ന് എന്തായാലും മനസ്സിലായി. ഇവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇവളെ ഇത്രയും ഫ്രോഡ് തരം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് മക്കളെ അവൾ ജനിപ്പിച്ച് കൊന്നിട്ടൊന്നുമില്ലല്ലോ, മക്കളെ അന്തസ്സോടെ വളർത്തിയില്ലേ, ഇതിനെയും അവൾ വളർത്തും. നിങ്ങളോ മാതിരി അവൾക്ക്, നിങ്ങളൊരുമാതിരി അവൾക്ക്, നിങ്ങൾ അത്ര ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടല്ലേ, നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ, അവൾക്ക് എൻ്റെ അത്ര ബുദ്ധിയില്ല, അവൾ ജീവിച്ച് പോട്ടെ എന്നാണ് പറയുന്നത്. പകുതി മലയാളം എഴുതാൻ അറിയാത്ത ഏതൊരു ഇതാണെന്നാണ് തോന്നുന്നത്. വേറെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാനത് എടുത്ത് വെച്ചില്ല. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ആ മക്കൾക്ക് പൈസ കൊടുക്കുന്നതിനോ അവരെ ഇതാകുന്നതിനൊന്നും ഒരു ഇതില്ല. ഓരോ കെട്ടിലും ഓരോന്ന് പ്രസവിച്ച് ഇട്ട് നാട്ടുകാർ ചിലവിന് കൊടുക്കണമെന്ന് പറഞ്ഞത് എവിടുത്തെ നിയമമാണ്? ഇത് എവിടുത്തേതാണ്? അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അർഹതപ്പെട്ട ആളുകളില്ലേ. അപ്പോൾ ഇവിടെ തന്നെയാണല്ലോ പറയുന്നത്, എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ വീണ്ടും നിങ്ങൾ ഇതാവരുത്, ഇനിയും പൈസ കൊടുക്കരുത് എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും എന്താ പറയുക, പൈസ കുറച്ച് കുറഞ്ഞ് കഴിയുമ്പോൾ ഇവൾ വലിയ പാവമായിട്ട് വരിക. പിന്നെ അങ്ങ് എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ആയിക്കഴിഞ്ഞാൽ അവൾ വന്നിട്ട് തെറി പറയും. ഇപ്പം തന്നെ ആ ഇന്നലത്തെ ലൈവിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഷെഫീന പിന്നെ നമ്മൾ അത്ര ഇതാവേണ്ട കാര്യമില്ല, എങ്കിലും ആ ഷെഫീന ബീവിന് പറയുന്ന ഓരോ വാക്കുകളും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ കൂടിയും അവൾ ഇത്രയും വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു അഹങ്കാരമൊക്കെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ അവൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ പാവം ചമഞ്ഞിട്ട് ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നത്. അത് കൊടുക്കാൻ കുറേ എണ്ണങ്ങളും. എന്തായാലും ആ ലൈവിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അത് പാവമാണ്, ഇവള് പാവമാണ്, ആ 4 മക്കളെ നോക്കുന്നില്ലേ പറഞ്ഞ അവളുമാർക്ക് വേണ്ടിയിട്ട് അതിലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചായിരുന്നു. കേട്ട് നോക്കൂ. നിങ്ങളല്ലേ പറഞ്ഞ 4 കെട്ടിയെന്ന് ആദ്യം പബ്ലിക്കിൽ വന്ന് എൻ്റെ കാര്യം അന്വേഷിച്ചത്? നിങ്ങളല്ലേ എൻ്റെ ബേക്കിൽ നടക്കുന്നത്? 4 കെട്ടിയെന്ന് പറയാം. എന്നാലും ആരുടെയും ചാടിപ്പോയി പൊട്ടൊന്നും തൊട്ടതല്ലല്ലോ, അന്തസ്സായിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അത് വിധിയാണ്. നിങ്ങളാരെല്ലാം കാര്യം പറയണം. നിങ്ങളെ ചൊവ്വാണോ? നിങ്ങളെ ലൈഫ് എന്തായി പോയായിരുന്നെന്ന് പറഞ്ഞാണ് ഭർത്താവ് 2 കല്യാണം കഴിച്ചില്ലേ? നിങ്ങളും മിണ്ടാണ്ടിരിക്കുക. അത്ര തന്നെ. ഹായ് ഷെഫീന, സുഖമാണ്. തടെ കമൻറ്റ് പൊളിച്ചു. 4 കെട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എൻ്റെ ബേക്കിൽ ഞാൻ ഒരു ഉമ്മ വാപ്പ മക്കളായിട്ടാണ് പബ്ലിക്കിൽ കൊണ്ടുവന്നത്. നിങ്ങളാണ് ലൈവ് ഇട്ട് വന്ന് പറഞ്ഞത് അവൾ 4 കെട്ടിയിട്ടുണ്ട് എൻ്റെ നാത്തും പറഞ്ഞെന്ന്. ചാടിപ്പോയത് നീ കണ്ടോ? നിങ്ങൾ തന്നെ ചാടിപ്പോയതല്ലേ. പിന്നെ ഇസ്ലാം മതത്തെ ആരെങ്കിലും പൊട്ടും തൊട്ട് വീഡിയോ ചെയ്യും. നിങ്ങൾ നല്ലത് പറയുന്നത് വരുന്നില്ല, വീഡിയോ കാണാൻ വരുന്നില്ല, വേണ്ട, അവിടെ നിന്നാൽ മതി. നീ ഷെഫീന ഇത്ത പൊളിയാണ്, അതാണ് നാട്ടുകാരെ മൊത്തം തിന്ന്. അപ്പോൾ നീ കെട്ടിയില്ലേ? കെട്ടിയില്ല. നീ കണ്ടാ കെട്ടിയത്? ചാടിപ്പോയത് നീയാണ്. എന്തിനു ചാടിപ്പോണത്? ഞാനൊരു കങ്കാരുവാ ചാടിപ്പോവാൻ. നിങ്ങൾക്കൊണ്ട് ചാടിപ്പോകാൻ പറ്റൂലല്ലോ, അപ്പോൾ അതൊക്കെയല്ലേ പോകാൻ പറ്റും. 4 അല്ലേ നീ? വന്നല്ലോ 4 എൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യും. ഹായ് ഷെഫീനാത്ത എൻ്റെ ലൈവ് വരും. എത്ര ഇനി എന്തൊക്കെ പറഞ്ഞാലും വരും. എൻ്റെ മുത്താണ് അല്ലേ ഷെഫീനാത്ത? 5 കെട്ടിയ പാഞ്ചാലി എന്നാണ് വിളിക്കുന്നത്. അത് കുഴപ്പമില്ല, 5 ആയില്ലല്ലോ, അപ്പോൾ പാഞ്ചാലി എന്ന് വിളിച്ചാൽ. അപ്പോൾ നീ കുടിയനെ 6 കട്ടിൻ്റെ അടിയിൽ ഉമ്മ ഇവിടെ നിൽപ്പുണ്ട്. കട്ടിൻ്റെ അടിയിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉണ്ടാണ് ആദ്യം നിങ്ങൾക്ക് ഉണ്ടേരെ കണക്കേ അറിയാവും. നോക്കുന്നു ആടിനോ ഇല്ല, വീഡിയോ കാണാറുണ്ട്. നിനക്ക് ഇനി മതിയായില്ലേ? എന്തിനു മതിയാവണത്? നിനക്ക് ഇനി മതിയായില്ലേ? രേണുവിനെ പറഞ്ഞ് 4 ഉണ്ട. നീ 2 ഉണ്ടല്ലേ, അതുകൊണ്ട് നല്ലതാണ്. ഞാൻ 4 എണ്ണം ഉണ്ടെങ്കിൽ നീ 2 എണ്ണം അല്ലേ? നീ ഷെഫീനാരെ രേണു സുധി ബേക്കിന്ന് നടന്നല്ലേ തിന്നുന്ന? രേണു നിൻ്റെ ആരാണ്? വല്യമ്മേരെ മോള്, അറിഞ്ഞില്ലേ? അപ്പം നീയും രായ്മയും തമ്മിൽ എന്തിനാണ് ബന്ധം? അതുപോലെ തന്നെ ഞാൻ രേണു തമ്മിൽ. ചില പെണ്ണുങ്ങളെ പറയുമ്പോൾ നീ ഇത്രയും വീഡിയോ ചെയ്ത് അവളെ പബ്ലിക്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ അത്രയും ചെയ്ത് അവർക്ക് വല്ല കുലുക്കമുണ്ട്. അവൾ എത്ര ഇനാഗുറേഷന് പോകണം, എത്ര പോകണം? പിന്നെ അവരോ ഇഷ്ടമുള്ള ഡ്രസ്സ്, നിങ്ങളും ഡ്രസ്സ് ധരിക്കുന്നില്ലേ? മുട്ടിൻ്റെ അത്രയുള്ള ഡ്രസ്സല്ലേ നിങ്ങൾ ധരിക്കണം? നിങ്ങൾ ഇത്രയുള്ള ഡ്രസ്സല്ലേ ധരിക്കണം? അപ്പോൾ അവൾ ഇത്തിരി ഇറക്കമുള്ളതൊക്കെ ഇടും, അത് അവൾക്ക് അവളെ ഇഷ്ടം. അതിലൊരു പങ്ക് നീയും കൊണ്ടുപോയി. അയ്യോ ഞാൻ രേണു സുധീനെ വിറ്റ് തിന്നാ? നിങ്ങളല്ലേ വിറ്റ് നാട്ടുകാരെ മൊത്തം വിറ്റ് തിന്നണത്? അവരേന്ന് പറഞ്ഞിരിക്കുന്നത് രേണു സുധി. നീ വിഷമിക്കണം, എൻ്റെ തെറ്റിദ്ധരി. എൻ്റെ 500 രൂപ എൻ്റെ വീട്ടിൽ വന്നിട്ട് 500 രൂപ തരാൻ ഞാൻ പറഞ്ഞ, എൻ്റെ പൊടിക്കാ പാലവൻ്റെ കൊടുക്കാൻ ഞാൻ പറഞ്ഞ. ഞാൻ എപ്പോഴും വേണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങളാണ് ചുരുട്ടി എൻ്റെ പൊടിക്കാ പാലവൻ്റെ കൊടുത്തത്. എൻ്റെ വീട്ടിന് മുറ്റത്ത് അടി തരാൻ 500 രൂപ. എൻ്റെ വീട്ടിന് മുറ്റത്ത് വാ. നിൻ്റെ വീട്ടിൽ വന്നോ? നിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല സഹായം. നീ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ചുരുട്ടി എൻ്റെ കുട്ടിയെ കൊടുത്താൽ. ഞാൻ എപ്പോഴും പറഞ്ഞു റബ്ബർ കറയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും കൈ വൃത്തിയാക്കി വന്നപ്പോഴാണ് നീ കയറി വന്നത്. അപ്പോഴാണ് ഞാൻ സോപ്പിട്ട് കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ പൊടിക്കാ പാലവൻ്റെ കയ്യിലാണ് നീ കൊടുത്തത്. അന്ന് എൻ്റെ മോനിക്ക് 2.5-3 വയസ്സ് പൊടി മോന്. ഞാൻ പറഞ്ഞു ഷെഫീനാത്ത വേണ്ട, നമ്മളെ പൈസ ഉണ്ട്. തിരിച്ച് 2 വട്ടം ഞാൻ പൈസ തിരിച്ചു തന്നു. ഞാനുണ്ടാടി എനിക്ക് കൊച്ചിൻ്റെ കൈ കൊടുത്തിട്ട്. നീ എൻ്റെ മുറ്റത്ത് വാടി തരാൻ ഞാൻ പൈസ. അവൾ പണയാണ് വേഷികളെ പറയും മടി. പിന്നെ നിൻ്റെ ഒരു കാണിച്ചുകൊണ്ടാണ് വേഷ്യത്തരം ചെയ്യണത്. നിന്നെ കാണിച്ചുകൊണ്ടാണ് വേഷ്യത്തരം ചെയ്യണത് പെണ്ണുങ്ങൾ മൊത്തം. പിന്നെ നീ നന്നാക്കാൻ നടക്കണേ. മദർ തെരേസയുടെ മോളല്ലേ? അയ്യോ മദർ തെരേസയുടെ എന്നിട്ടില്ല നീ സംസാരം സൂക്ഷിക്കും. പിന്നെന്തിനാണ് പറയണത്?
രണ്ടുപേരും എന്തിനാണ് തർക്കം ഉണ്ടാക്കുന്നത്? വെറുതെ കിടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നാലാരി ഓരോരുത്തർക്കും ഓരോ പേരങ്ങിടും. നമ്മൾ ആരെ പേര് ഇടുന്നില്ല. താത്ത അല്ലേടി ഫ്ലവറി, അതെൻ്റെ വാക്കുന്ന. പിന്നെ ഈസ്ട്രജൻ കുറഞ്ഞ ഫുഡ് എന്തെന്ന് പറഞ്ഞെന്നാണ്, അത് കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നലെയും പറയണേ ഈസ്ട്രജൻ കുറഞ്ഞ ആ ഫുഡ് ഒന്ന് പറഞ്ഞെന്നാണ്. നല്ല ഉഷാറേ, അതാണ് അവർ വന്നാൽ ഉഷാറാവും. കാരണം അവർക്ക് ഈസ്ട്രജൻ കൂടുതലാണ്, അവരെനിക്ക് പകർന്നു തന്നേക്കാണ് ഈസ്ട്രജൻ. ഇന്നലെ ഒരു 2 വർഷത്തിന് മുമ്പ് ഈ ഷെഫീന 1.5 വർഷത്തിന് മുമ്പ് ഷെഫീന ഇവിടെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുട്ടിക്ക് 5 വയസ്സായി. എന്നാലും 4 വയസ്സുള്ള കുട്ടിയൊന്നും ഇവിടെ ഇല്ല. കൊടുത്ത കാശ് ചോദിക്കില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ കുട്ടിയെ പൊടിക്കാൻ മോൻ്റെ കയ്യിലാണ്. കൊച്ചിനറിയാമോ? കൊച്ചെ ഒരു കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുകയാണ്. അവർ ചുരുട്ടിയാണ് കൊച്ചി. ഞാൻ പറഞ്ഞ ഷെഫീനാത്ത വേണ്ട, ഇപ്പോൾ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. ഞാൻ റബ്ബർമാരെടുത്തുകൊണ്ട് നിൽക്കുന്നു. 4 പേർക്ക് കവച്ച് വെച്ച വേശിയല്ലേ, 4 പേർക്ക് നിക്കായ് ചെയ്ത്. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ പറയുന്ന വാക്കുകൾ കണ്ടില്ലേ? ഷെഫീന ബീവി ഇവിടെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും പറയുന്നുണ്ട്. അതിന് ഡബിളായിട്ട് ഇവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷെഫീന ബീവി അഥവാ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അവരെ ഹൈഡ് ചെയ്യാം, അവരെ എന്താക്കാം. അപ്പോൾ ഇവള് അവരെ ബ്ലോക്ക് ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുമില്ല, അവർക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവളുടെ ഉദ്ദേശം എന്താണ്? ഷെഫീന ബീവി അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് വീണ്ടും റീച്ച് കിട്ടും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നിട്ടും ആ തെറികളെല്ലാം ഇവളും പറയുന്നുണ്ട്. അപ്പോൾ പാവെന്ന് പറയുന്ന ആൾക്കാർ ഈ ഒരു ഇത് ഞാൻ കാണിച്ചു തന്നതാണ്. ഇപ്പോൾ ഇവള് അത്ര പാവമൊന്നുമല്ല, അത്ര മഹതിയും അല്ല. ഇവള് എന്ത് കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ പുള്ളിക്കാരി. ആ ബീൻ ഫാമിലി തന്നെ എന്തെല്ലാം വാക്കുകൾ പറഞ്ഞു. അവർ നല്ല രീതിക്ക് ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവളുടെ ഓരോ തോന്നിയവാസങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ഈ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല. ഇവളെ എന്ത് ചെയ്താലും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ആ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ആളുകളെല്ലാം ഇവൾക്ക് നല്ലതാണ്. അല്ലാതെ ഇവളുടെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ അവരെല്ലാം ഭയങ്കര ഇതായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വ്യക്തി, ഈ ഷാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എന്താ പറയുക, കല്യാണം കഴിക്കരുത് എന്ന് ഇവളുടെ വീട്ടുകാരും ആൾക്കാരും. ഇപ്പോൾ ഇവളുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിട്ടി, ഇവളുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഷാനെ കിട്ടി എന്നുള്ളത് ഈ ബീനോ ഷെഫീന ബീബി ഒന്നും അവരുടെ വായിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല, അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല. അവളുടെ ഉമ്മ തന്നെ ബീൻ എന്ന വ്യക്തിയുടെ ലൈവിൽ പോയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതല്ലാതെ ആരും അവരുടെ കാര്യങ്ങൾ സ്വന്തമേ പറഞ്ഞതൊന്നുമല്ല. അവളുടെ സ്വന്തം ഉമ്മ, പെറ്റുമ്മയാണ് ഈ ഒരു കാര്യം ഞങ്ങൾ പിടിച്ചു, ഇവള് അരുതാത്ത രീതിയിലാണ് അവളെ കണ്ടത്, മോശമായിട്ടുള്ള രീതിയിലാണ് കണ്ടതെന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുത്തതാണ്. ആ ഒരു കാരണം വെച്ചിട്ടാണ് ആളുകൾ ലൈവ് ചെയ്യുന്നതും ആളുകൾ ഓരോന്ന് പറയുന്നതും. അതിന് ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ആളുകളെ തെറിവിളിക്കാനും അവരെ ഇതാക്കാനും വേണ്ടിയിട്ട് കുറേ ആളുകൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇതാക്കണമെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇവളിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താ പറയുക, ഇവള് കരഞ്ഞ് കാണിക്കുമ്പോഴേക്ക് പൈസ കൊടുക്കുന്നതാണ് ഇവൾക്ക് ഭയങ്കര ഒരു ഇതാക്കി ഇവള് വെച്ചിരിക്കുന്നത്. ആ പൈസ കൊടുക്കണം നിന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ ഇവൾ ഒതുങ്ങും. ഈ പൈസ അക്കൗണ്ടിലോട്ട് എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് ആഗ്രഹത്തിനപ്പുറം നമുക്ക് കാശ് വരുന്ന സമയത്ത് എല്ലാവരുടെയും സ്വഭാവം മാറും പറയില്ല. അങ്ങനെയാണ് ഈ ഒരു പുള്ളിക്കാരി. ഇവൾക്ക് ഒരുപാട് പൈസ വരുന്നുണ്ട്, അതിൻ്റെ അഹങ്കാരമാണ് ഇവൾക്ക്. എന്തായാലും കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. എന്നെ അടി വെച്ച് കൊടുത്തത് നിനക്കിതൊക്കെ സംസാരിക്കാനേ അറിയാവൂ. എനിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. എന്തായാലും നിൻ്റെ അടുത്ത് വന്നില്ലല്ലോ. നിൻ്റെ അടുത്ത് വന്നോ? നിനക്ക് ഇരിക്കല്ലേ? അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ പറയുന്നത് ഒന്ന് നിർത്തിപ്പോടി. എൻ്റെ ലൈവിൽ കയറാൻ വെക്ക് നാണയില്ലേ? 4 ബാക്കിയും കൂടെ നീ പറഞ്ഞ കൂ മാത്രമേ പറയാനുള്ള 4 എന്ത് നിനക്ക് 2 കയറിയതല്ലേ? എന്നത്തെ സൂപ്പർ. ഷെഫീന സൂപ്പർ തന്നെയാണ്. ഷെഫീനത്തെ സൂപ്പർ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഷെഫീന അടിപൊളിയാണ്. 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. അയ്യോ 4 ആളി. ഇപ്പം 4 ആളിയായി. സ്വന്തമായിട്ട് ചിരിച്ചു. എന്നിട്ടാണ് മോന് പെണ്ണ് ഇറക്കിയിട്ട് കിട്ടാത്തത്. ഹായ് മോള് വന്നു എൻ്റെ അടുത്ത് നീ ഒന്ന് വാ. പിന്നെ നീ അല്ലേ 2 വട്ടം എന്നെ തേടി വന്നു, ഞാൻ നിന്നെ തേടി വരാൻ. എല്ലാവരും നിങ്ങളെ പറയാം, നിങ്ങളൊന്ന് ഒതുങ്ങൂ മുബി. പിന്നെ എൻ്റെ ലൈവിൽ കയറിയിട്ട് എന്നെ വന്നിട്ട് പറയുമ്പോൾ ഞാനങ്ങ് സഹിച്ചു കൊടുക്കുകയില്ലേ? കുന്നംകുളം കയറിയത് നാട്ടുകാർ പിടിച്ച് തല്ലി കിട്ടി. എനിക്ക് കുന്നംകുളമൊന്നും പോകേണ്ട കാര്യമില്ല. എൻ്റെ വീട് തന്നെയാണ് എൻ്റെ നാട്. ഓക്കെ, ശരിക്കും എത്ര എണ്ണമുണ്ട്? ഇവിടെ ഷെഫീനയുടെ കമൻറ്റ് വായിക്കാൻ വേണ്ടിയാണ് വിഷയം മാറ്റുന്നത്. ഇങ്ങനെയുള്ള കമൻറ്റ് മാത്രം റിപ്ലൈ കൊടുത്തു. എന്താ വെള്ളപ്പത്തിയ എന്തൊക്കെയാണ്? എത്ര മക്കളുണ്ട്? പിന്നെ ആരും അത്ര നല്ലവരല്ല. എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? അതാണ് ഷെഫീനാൻ്റെ ഒരു കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. ഷെഫീനാത്ത് ഇടുന്ന ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ഞാൻ വന്നത് നമ്മളെ കൊച്ചുങ്ങളിടുന്നൊരു ഫ്രോക്കില്ലേ, കോട്ടൺ ഫ്രോക്ക്, അതാണ് ഇട്ടേക്കുന്നത്. കൈയില്ലാത്ത ഒരു ഷോൾ പോലും, കഴുത്തിൽ കൂടെ ഒരു ഷോൾ പോലും ഇല്ല. അത് മർദ്ധരാത്രി. അപ്പോൾ ഷെഫീന പണക്കാരെ എന്ത് പറഞ്ഞാലും ആർക്കും ഒരു കുഴപ്പമില്ല. പാവങ്ങളെ നെഞ്ചത്ത് കയറിയാലാണ് നിങ്ങൾക്കൊക്കെ താണ്ടവും മാറ്റി പോകാൻ പറ്റുള്ളൂ. എന്നെ പറയട്ടെ കേട്ടോ, ഇനിയും അവരുടെ വീഡിയോ ലൈവിൽ നീ പോകാറില്ല. ഞാൻ ഷെഫീനാൻ്റെയൊക്കെ ലൈവിൽ കയറി എന്തിന് വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന? ഞാൻ ബീനിൻ്റെ ലൈവിൽ പോകാറില്ല, ഷെഫീനാൻ്റെ ലൈവിൽ പോകാറില്ല, ആരെയും ലൈവിൽ പോകാറില്ല. 4 ആളി. അത് കുഴപ്പമില്ല മോളെ. നിൻ്റെ മക്കൾ അത് ഒന്നും കെട്ടാചരക്കായിട്ട് അവിടെ ഇരുന്നങ്ങ് മുടിഞ്ഞു പോവുകയുള്ളൂ, അത്രേ ഉള്ളൂ. നീ ആർക്കെല്ലാം അഡ്രസ്സ് കൊടുത്ത് നിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ ചക്കമാടൻ്റെ. പക്ഷേ നിന്നെപ്പോലെ 5-6 എണ്ണമല്ല ഷെഫീനാക്കും ഉണ്ടായിരുന്നു. ഷെഫീന നല്ലതാണ്.
ഷെഫീനയെക്കുറിച്ച് ഉള്ള കമൻറ്റുകൾ ഷെഫീനയുടെ നാട്ടിൽ വന്ന് നിങ്ങളൊന്ന് തിരക്കി വയ്ക്കണം. ഷെഫീന നല്ലതാണെന്ന് തിരക്കി വയ്ക്കണം. ഞാൻ ഒന്ന് തിരക്കട്ടെ. പറവൊന്നും ഇവിടെ അടുത്താണ്. അവിടെ വല്ല ആൾക്കാരും ഇവിടെ ഉണ്ടാകുന്ന ഞാനൊന്ന് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഷെഫീനായെന്ന് കാണിച്ചതിൻ്റെ അത്ര നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മൾ ആരെയും ബേക്കിൽ നിന്ന് പോയിട്ടില്ല. നമുക്ക് അതിന് എണ്ണ ചിലവുമില്ല. നീ നല്ലവളാണ്. തിരക്കടി പറയടി. അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടേക്കണങ്ങളാ. എന്താ പറയുന്നത്? എന്താ ഷെഫീനകത്തൊക്കെ എന്തിനാ എന്തോ ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ വിറ്റ് തിന്നില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നല്ലതാണ് പൊക്കി കാണിച്ചു കൊടുക്കും. എനിക്ക് ആരും പൊക്കി കാണിച്ചൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്കാണ് പൊക്ക എളുപ്പം. കാരണം മുട്ടിൻ്റെ ദൂരല്ലേ ഇട്ടിട്ടുള്ളൂ. നാവായിക്കുളം കൺട്രി എന്നെ പുറത്താക്കിയ പള്ളി. നീ ഇന്നലെ പറഞ്ഞ് എൻ്റെ നാവായിക്കുളം വലിയ ജമാത്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് വേറെ ഏതാ ജമാത്താണ്. എനിക്ക് സത്യത്തിൽ ജമാത്തുണ്ട്. നീ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റൂല, എൻ്റെ മക്കൾ അവിടെ പറ്റൂല ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾ മദ്രസയിലാണ് പഠിക്കണം. ഓക്കെ, ഈ പെണ്ണുമ്പിളക്ക് എന്തേൻ്റെ കേടാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടല്ലേ. പിന്നെ എന്തെന്ന് നീ എന്നിട്ട് നോക്കാം അടുത്തത്. ഇനിയിപ്പോൾ ഷെഫീനായ നടുക്ക് നിർത്തിയിട്ട് വേണം അടുത്ത നിക്കാഹ് ചെയ്യേ. എവിടെ പറഞ്ഞേടി ഇതൊക്കെ? നീ പറഞ്ഞില്ലേ? രായ്മ പറഞ്ഞല്ല, നീ പറഞ്ഞെന്ന്. നീ എപ്പോഴും അടുത്ത കല്യാണം ആർക്കും മറുപടി കൊടുക്കണ്ട. അടുത്ത കല്യാണമൊന്നും ഇല്ല. അൽഹംദുലില്ലാ, മക്കളെ നോക്കണം. ആ മക്കൾ മോള് ഇതൊക്കെ കാണുന്നുണ്ട്. മോള് മക്കളിരിക്കുകയാണ്, ഇവള് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വായിക്കുന്നതും ഇവള് ഇതാകുന്നത്. ആ മക്കൾക്ക് അപ്പോൾ ഇവള് ഈ എന്താണ് ഇവളുടെ മക്കൾക്ക് എന്ത് സന്ദേശമാണ് ഇവള് കൊടുക്കുന്നത്? ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ എടുത്ത് പ്രതികരിക്കുന്നത്. അതിന് പ്രതികരിക്കുന്നതിന് ഈ എന്താണ് ആളുകൾ കുറേ എണ്ണം വന്നിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കുറേ പേര്, ഒന്നോ രണ്ടോ പേര് തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെയുള്ള ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് താഴെ ഇടുന്നത്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതാക്കിക്കൂടെ, നിങ്ങൾ സ്വന്തം ഇത് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പോഴാണ് റിയാക്ഷനായിട്ട് വന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഓരോരോ ഇഷ്ടങ്ങളല്ലേ, ഏത് വീഡിയോ ചെയ്യണം ഏത് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് പറയുന്നുണ്ടോ അപ്പോൾ ഇവള് എന്തിന് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിന് പറയുന്നത്? പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്താ പറയുക, തിന്നുന്നതും തൂറുന്നതും എല്ലാം പറയുമ്പോൾ അതെടുത്ത് ആൾക്കാർ പ്രതികരിക്കും. എല്ലാം പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. ഇവള് ആടിപ്പാടി വന്നിട്ട് കുറേ റീൽസും കാര്യങ്ങളും ചെയ്ത് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ കള്ളുകൂടിയാണ്, അതാണ് ആ സമയത്ത് തന്നെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളൊന്നും വീഡിയോ ചെയ്യേണ്ട, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയാണ് ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യ ഭാര്യ ജുമൈല എന്ന് പറയുന്ന ആ പെൺകുട്ടി കിടപ്പിലാണ്. ഇവൻ അടിക്കും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ആ പെൺകുട്ടി കിടപ്പിലാണ്. അവളും കുറേ കാര്യങ്ങൾ ഇവളുടെ അടുത്ത് പറഞ്ഞതാണ്. എന്നിട്ടും അതൊന്നും വിശ്വസിക്കാതെയാണ് ഇവൾ ഈ മാരണം എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ മാരണം ഇപ്പം എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവർ കെട്ടി ഇവളുടെ തലയിൽ കൊണ്ട് വെച്ച പോലെയാണ് ഇവളുടെ വർത്തമാനങ്ങളും ഇവൾ ഓരോ ലൈവിൽ വന്നിട്ട് കരച്ചിലും പിഴിച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലായത്. എന്തായാലും ഇവളുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ആളുകൾ ഇവളെ എടുത്തിട്ട് പ്രതികരിക്കുന്നത്. ഇവള് എന്താ പറയുക, കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞ് ഇവൾ ഭയങ്കര കരച്ചിൽ. ആ നോമ്പിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ക്ഷീണവും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ക്ഷീണവുമില്ല കരച്ചിലുമില്ല. അന്നും ഗർഭകാലമായിരുന്നു, ഇപ്പോഴും ഗർഭകാലമാണ്. അന്ന് ഭയങ്കര ക്ഷീണം തളരും. എന്താ നോമ്പ് എടുക്കണ്ടേ, അപ്പോൾ എന്താണ് ഈ നോമ്പ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ ക്ഷീണവും മാറി, നാക്കിന് നീളവും കൂടി. അപ്പോൾ അത് കുറേ കമൻറ്റിൽ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ ഒതുങ്ങേണ്ട അവിടെ ഒതുങ്ങുക, അല്ല പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിക്കണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഒതുങ്ങേണ്ട അവിടെ ഒതുങ്ങി നിന്നാൽ തന്നെ പറ്റുള്ളൂ. ഇത് എല്ലാം വന്നിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് പറയുന്ന സമയത്ത് ഇതുപോലിട്ട് എടുത്ത് അലക്കും ആളുകൾ. അപ്പോൾ ആ അലക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന ആളുകളുടെ നെഞ്ചത്ത് കയറിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എത്ര വേണമെങ്കിലും പൈസ കൊടുത്തു. പക്ഷേ ഈ പൈസ കൊടുക്കുന്നവരെ കൊടുക്കണ്ട എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട്. ഇവൾ തന്നെയാണ് പറയുന്നത് ഇവൾക്ക് ഒരുപാട് ലക്ഷങ്ങൾ ഇവളുടെ അക്കൗണ്ടിലുണ്ട് എന്ന്. അപ്പോൾ പിന്നെ അവൾക്ക് പൈസൻ്റെ ആവശ്യം ഇല്ലല്ലോ. അവൾക്ക് പൈസയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവള് എന്താണ് ഗർഭിണിയാണ്. ഈ ഒരു ചെക്കപ്പിന് തന്നെ പോകുന്ന സമയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്ര പൈസ വരും? അപ്പോൾ ഇവളുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടല്ലേ ഇവൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവളുടെ മോള് പഠിക്കുന്നത് CBSEയിലാണ്. അതിലും എത്ര പൈസ വേണം? അതിലൊന്നും വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉള്ളത് കൊണ്ടാണല്ലോ ഇവൾ ആ ഒരു കാര്യം, നമ്മൾ പണം ഇല്ലാതെ മക്കളുടെ നമ്മൾ CBSEയിലോ അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ കാണിക്കില്ലല്ലോ. നമ്മുടെ അടുത്ത് പണം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇവളുടെ കയ്യിൽ പണം, അപ്പോൾ നിങ്ങൾ സഹായിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അവളുടെ ഇഷ്ടം പോലെ പൈസയുണ്ട്, സ്വർണ്ണമുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ പൈസയുടെ ആവശ്യമില്ല. ഇവൾ ഇറക്കുന്നത് ഇവൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പണം ഉള്ളവളെ മേലേക്ക് മേലെ സഹായിക്കാതെ അർഹതപ്പെട്ടവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുക. ഒരുപാട് പാവങ്ങൾ പണത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സഹായിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കമൻറ്റ് ഇടാനോ എൻ്റെ വീഡിയോയ്ക്ക് ഇതിടാനോ ഇവളെ
സപ്പോർട്ട് ചെയ്യുന്നവർ വരണ്ട. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിന് യാതൊരു മാറ്റമില്ല. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.